എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? എന്തുവാ അപ്പൂപ്പ? അയ്യോ അപ്പൂപ്പ അറിഞ്ഞല്ലേ മോളെ, മോള് വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന്. എല്ലാവർക്കും ഇങ്ങനെ കേറി ഇറങ്ങി നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ. ചെയ്യുമ്പോഴേ എന്റെ കഷ്ടപ്പാട് മനസ്സിലാവും. ഇങ്ങനെയാണോ അപ്പൂപ്പനോട് സംസാരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്തു? ഞാൻ എത്ര കഷ്ടപ്പെട്ടാന്ന് പറയാ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ അത് നശിപ്പിക്കാന്ന് പറഞ്ഞാ നല്ല അടി വെച്ചാ മക്കളെ അപ്പൂപ്പൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, ക്ഷമിക്കും. അച്ഛാ ഇവള് ഈ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അഹങ്കാരിയായി വന്നിരിക്കുന്നത്. നിർത്തിയാലേ ഇവള് അഹങ്കാരം തീരുള്ളൂ. ഞാൻ എന്ത് ചെയ്തു? അമ്മ ഒരു കാര്യം ചെയ്യും. അമ്മ ഒരു വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും. മിനിമം 2 വ്യൂ എങ്കിലും അമ്മ ഉണ്ടാക്കി കാണിക്കേ. നിന്റെ ഈ ഫോണ് സാധനമൊക്കെ ഞങ്ങൾ വലിച്ചെറിഞ്ഞാണ്ടല്ലോ, അപ്പൊ തീരും ഇതൊക്കെ. ഇതിനൊക്കെ അവസരം കിട്ടുന്നുണ്ടോ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താണ് ക്ലാര, നിനക്ക് കോടതി ഇല്ലെങ്കിലും ഒരാളോട് സംസാരിച്ച് ജയിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലേ? ചെയ്ത് എന്തറിഞ്ഞിട്ടാ ഇവയ്ക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടാ ഇവളി കിടന്ന് കളിക്കുന്നേ, മനസ്സിലാവുണ്ടോ? ഞാൻ ഇവിടെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ ഫ്രെയിമിൽ കയറി വന്നു. അപ്പൊ ഞാൻ അപ്പൂപ്പന്റെ അടുത്ത് ചോദിച്ചു, എന്താ അപ്പൂപ്പ ഇങ്ങനെ ഫ്രെയിമിൽ കയറി വരുന്നത്? അതിനാണ് ഈ അമ്മ എന്റെ അടുത്ത് ചൂടാവുന്നത്. ദൈവമേ, ഇവളും ഇത് മൊത്തം വളച്ചൊടിച്ചായി പറഞ്ഞോണ്ടിരിക്കുന്നേ. നീ കേട്ടോ എന്തുവാ എന്റെ കുഞ്ഞിന് നല്ലൊരു ഭാവിയുള്ളത് അറിയോ? എന്തിനാ ക്ലാര കൊച്ചിനെ വെറുതെ വഴക്ക് പറയണത്? സേതു ചുമ്മാ അവളെ കൊഞ്ചിച്ച് വഷളാക്കുക. എടാ ഈ പിള്ളേരെ ഈ പ്രായത്തിലല്ലാതെ എപ്പോഴാ പിന്നെ കൊഞ്ചിക്കുന്നത്? അവര് വളർന്ന് വലുതാവുമ്പോഴാണ് കൊഞ്ചിക്കുന്നത്. എന്ത് പറ്റി അച്ഛാ? അച്ഛൻ നിങ്ങളെ കൊഞ്ചിക്കാൻ തോന്നുന്നുണ്ടോ? എന്താ പൊന്നോ, കൊഞ്ചിക്കാൻ പറ്റിയ 2 എണ്ണം നിൽക്കുന്നത് കണ്ടോ? അല്ല, ഏട്ടനെ വേണമെങ്കിൽ ഒന്ന് കൊഞ്ചിച്ചോ. ഏട്ടന് കുറച്ച് കൊഞ്ചലിന്റെ കുറവുണ്ട്. ഉള്ള മനസ്സിലെ കുട്ടിയല്ലേ? നീ കൈയെടുത്തേ. എവനെ നോക്കാൻ എവളുണ്ട്? നിന്നെ ആരാടാ നോക്കുന്നത്? അയ്യോ, ഈ സമയത്ത് ഒരു ലൈവ് എടുത്തായിരുന്നു നല്ലായിരുന്നു. മുഖം നോക്ക്. നീ ചുമ്മാതിരുന്നോട്ടെ മീനുട്ടി. എന്നെ നോക്കാൻ ആളൊക്കെ ഉണ്ട് കേട്ടാ. നിന്നെ നോക്കാൻ ആരാടാ ഉള്ളേ? ഏട്ടത്തി ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ നടക്കുന്ന ഏട്ടത്തി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. ഇവിടെ മൊത്തം സംഭവങ്ങളൊക്കെ മാറി. അച്ഛനും എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്താ നീ എന്നെ കൊണ്ടുവിടാന്നോ? അയ്യോ അല്ല, എനിക്ക് ആ വഴി പോകാതിരിക്കാൻ വേണ്ടിട്ടാ. അയ്യോ അച്ഛാ, ഞാൻ അച്ഛനെ എത്ര സ്നേഹിക്കാൻ നോക്കിയാലും അച്ഛൻ എപ്പോഴും എന്നെ തള്ളി പറയാറുള്ളൂ. പാവം കൊച്ചന് വിഷമൊക്കെ. എന്തോ അപ്പൂപ്പ ഇത് പാവം കൊച്ചു. എന്നാലും അച്ഛൻ അങ്ങനെ പറയണ്ടായിരുന്നു. ഞാന് വിഷമായി അച്ഛാ. നോക്ക്, സ്നേഹിച്ചൂടെ അവനെ? അതോടാ അയ്യോ നിനക്ക് വിഷമമുണ്ടോ? ആട്ടെ, ഞാൻ സ്നേഹിച്ച നിന്റെ വിഷമം മാറും. അച്ഛാ, കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അറിയടാ, ഈ സമയത്തെ 10 വാഴ വെച്ചായിരുന്നെങ്കിലേ ആ കാശ് എന്റെ പോക്കറ്റ് ചെയ്താണ്. കാശുണ്ടാക്കാൻ പറ്റുന്നത് പോയാലോ, മണിയോടെ നോക്കടാ. എന്നാ പിന്നെ വാഴ വെച്ചാ പോരായിരുന്നോ? ആ, അത് ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. ഇത് പറഞ്ഞാലും കുറ്റോ? ഇവിടെ ഒന്നും മിണ്ടാൻ പാടില്ല. എന്നെ സ്നേഹിക്കാൻ തന്നെ പറ്റത്തില്ല. ഒന്നത് ഇങ്ങനെ നോക്കിയാ അപ്പൊ കയ്യിൽ നിന്ന് പൈസ പോകും. പൈസക്ക് പിന്നെ പൈസ തന്നെ വേണ്ടേ? അതൊക്കെ വേണം. അന്ന് കുറച്ച് കാശ് തരും. അല്ല, ഒരുപാടൊന്നും വേണ്ട. ഒരു 15 ഒന്നും ഞങ്ങൾക്ക് കിട്ടത്തില്ല. എന്താടാ നാണല്ലേ എപ്പോ കാശി 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 എന്ന് പറഞ്ഞു കിടക്കുന്നു? നിങ്ങൾക്ക് പിന്നെ വേറെ പല വിചാരങ്ങളാണ്. നിങ്ങളുടെ വിചാരം ഇതൊക്കെ തന്നെയല്ലേ? ഫുൾ ടൈം കാശി കാശി കാശി. ആ, ഇതിന്ന് മമ്മി നിനക്കൊരു ക്ലാസ് എടുത്തു തരാം. ഇതുപോലെ ഒരിക്കലും ആവരുത്. അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചാലേ വല്ലോ നടക്കുള്ളൂ, മനസ്സിലായോ? കൊണ്ടാ നീ എന്റെ പറയാതെ നമുക്ക് പഠിക്കാം. ബാ 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 ബാ. നാണമില്ലേടാ എപ്പോ കാശുണ്ടാ കാശുണ്ടാ. അതൊക്കെ പോട്ടെ, എന്നാലേ നമുക്ക് ഒരു വിലയില്ല അല്ലെ? ഒരു വില കിട്ടണതാ. എങ്ങനെ വില കിട്ടും? അതെ, സ്വയം ചേട്ടന് വില ഉണ്ടെന്ന് തോന്നുന്നു എന്തെങ്കിലും ഒരു കാര്യം ഇക്കണ്ട കൊല്ലത്തിനടുക്ക് ചേട്ടൻ ചെയ്തിട്ടുണ്ടാ? പിന്നെ ഞാൻ എന്റെ ക്ലാരനെ കെട്ടിക്കൊണ്ടു പോകുന്നില്ല. നിങ്ങൾ ആലോചിക്കുമ്പോ അത് ഭയങ്കര വിലയുള്ള കാര്യമായിരിക്കുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞ ചേട്ടത്തിയുടെ കാര്യം വിളിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം നല്ല വിഷമമുണ്ട്. പാവം നിങ്ങളെ കെട്ടിയതിന്റെ പേരിൽ അനുഭവിക്കണേ. അത് മനസ്സിലാവൂല. മനസ്സിലാവണമെങ്കിൽ മിനിമം ബുദ്ധി വേണം. അത് നിങ്ങൾക്കില്ല കേട്ടാ. എടുത്ത് പൈസ കിട്ടും. അയ്യോ, ആള് മാറിപ്പോയതാണ്. എനിക്ക് കിട്ടുന്ന 500 രൂപയാണത്. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടപ്പോ വഴി മാറി എന്റെ അക്കൗണ്ടിലേക്ക് വന്നായിരിക്കും അല്ലേ? ഒന്ന് പോടോ, ഹെവലെ പണിയെടുത്തിരിക്കുന്നു. വേറെ പൈസ 500 എന്റെയാണ്. സെൽഫി കൊളാക്കാൻ വേണ്ടിട്ട്. സെൽഫി എപ്പോ നോക്കിയാലും ഈ കുന്താടിനകത്താണല്ലോ നീ. എടുക്കുന്നുള്ളൂ. പിള്ളേരെ ഈ ഫോൺ ഉപയോഗം കുറയ്ക്കണമെന്നുള്ള കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോടതി പറയുന്ന കേട്ടിലാണല്ലോ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കാര്യം അല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ കോടതിയും ഈ അമ്മ പറയുന്നതും കേട്ടാ നിനക്ക് കൊള്ളാം. അല്ല, അമ്മ എന്താ പറയുന്നത്? ഞാൻ ഫോൺ ഉപയോഗം കുറയ്ക്കണം.
ആ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിന്റെ മാത്രമല്ല നീ പഠിത്തത്തിലാണ് മോളെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഈ 5ാം ക്ലാസ്സിൽ എന്തോ കോൺസെൻട്രേറ്റ് ചെയ്യാനാ? ഈ 5ാം ക്ലാസ് ആണ് നിന്റെ ബേസ്. ഈ ബേസ് റെഡിയാക്കിയ പിന്നെ അങ്ങോട്ട് വെച്ചിട്ട് കേറ്റല്ലേ. അമ്മ ഞാനൊരു കാര്യം പറയട്ടെ. അമ്മ വന്ന് പറയാതിരിക്കാൻ വയ്യ. ഒടുക്കത്തെ തള്ളവായി മാട്ടോ. എന്റെ അമ്മ എന്നെ കൊല്ലുന്നേ. നാട്ടുകാരി ഓടി വന്നേ. മീനു ഇറങ്ങ, താഴെ ഇറങ്ങ. അമ്മ വാഷണമ്മ. മീനു ഒരു മിനിറ്റേ. കൊച്ചിനിട്ട് വെറുതെ ഓടിക്കണതിനാ ചെയ്തു. ഇവിടെ ഇപ്പഴേ പിടിച്ചില്ലെങ്കിലേ ഇവിടെ നിങ്ങളെ പോലെ ആവും. വർത്താനോട് പറഞ്ഞത് 24 മണിക്കൂർ ഈ പെണ്ണ് ഫോണിലാന്നേ. അതിനിപ്പോ അത് വ്ളോഗ് ചെയ്യണം. കൊച്ചിൽ ഇടക്കിടക്ക് വീഡിയോ എടുത്ത് വിചാരിച്ചെന്താ തെറ്റ്? ഈ വ്ളോഗിംഗ് ഒക്കെ കുറച്ച് ഓവറാ. ഈ പ്രായത്തിൽ കുറച്ച് പഠിക്കണം. ആര് പറഞ്ഞു? എന്റെ മോളാണ്, അവൾ നന്നായിട്ട് പഠിക്കണല്ലേ. പിന്നെന്താടി നിന്റെ പ്രശ്നം? അല്ല, ഇപ്പൊ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താ മതി. മോളെ അച്ഛാ, ഞാൻ വല്ലപ്പോഴും ഒരു വീഡിയോ എടുത്തിട്ടൊന്ന് വല്ലപ്പോഴും അപ്ലോഡ് ചെയ്തോണ്ട് പ്ലീസ്. ഇടക്കൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ഏതു പോയി വളം വെച്ച് കൊടുക്കുന്നത്. എന്താണ് എടി, അവിടെ സ്ഥിരമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കണാണല്ലേ. പെട്ടെന്ന് ഒരു സുപ്രായത്തിൽ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവും? അവർ കുഞ്ഞു കൊച്ചല്ലേ, അവള് മനസ്സ് വിഷമിച്ചു പോയില്ലേ? അടിപൊളി. എന്റെ വാക്കിന് അല്ലേലും ഇവിടെ ഒരു വിലയില്ലല്ലോ. അയ്യോ അങ്ങനെയല്ല പറഞ്ഞേ. വളർത്തിക്കോ, എനിക്കൊന്നുമില്ല, ഞാനൊന്നും പറയുന്നില്ല. ക്ലാര, അതെ എന്താണ് അവള് ഗറിയിച്ചു പോയത്? മനസ്സിലാവുന്ന ഭാഷ പറ. അവളെന്തിനാ ദേഷ്യപ്പെട്ടു പോയെന്നും? അതെന്താന്നറിയോ? അമ്മ ഒരു കാര്യം പറഞ്ഞപ്പോ അച്ഛൻ അതിലെന്നെ സപ്പോർട്ട് ചെയ്തു. അതിന് അമ്മ പറയണത് കേക്കണം കേട്ടാ. ഞാൻ കേൾക്കൂല. ഞാൻ അച്ഛൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ. എന്റെ അച്ഛൻ സൂപ്പർ അല്ലേ? അതിപ്പോ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ ഞാൻ സൂപ്പർ ആണെന്നുള്ളത്. മോള് നാശത്തിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല പൂപ്പ. എന്റെ അച്ഛൻ സൂപ്പർ. ഐ ലവ് യു അച്ഛാ. ഐ ലവ് യു ടു മോളു. നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ വേണ്ടി അപ്പൂപ്പൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പൂപ്പ ഇനി പ്രാർത്ഥിച്ചില്ലേലും എനിക്കൊരു അപ്പൂപ്പനോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സ്റ്റിൽ ഐ ലവ് യു അച്ഛാ. ഐ ലവ് യു ടു മോളു. ഇത് തന്നെ അമ്മയുടെ അടുത്ത് പറയണം കേട്ടാ. എന്താ സ്നേഹത്തോടെ വിളിച്ചതല്ല. ഓ, അത് നിന്റെ വിളിന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് അച്ഛൻ എന്ന് അമ്മയടുത്ത് പറയാൻ പറഞ്ഞു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങളിപ്പോ ഒരു ടീമായി അല്ലേ? വേണ്ട, നിങ്ങൾ കൂടുതൽ വേണ്ട. നിങ്ങൾ ഒരു സെന്റ് എടുത്ത് വരും. കൊച്ചിനെ വഷളാക്കി വീട്ടില് തൊട്ടാ പോകരുത് തന്നെ മാറ്. ഓ, എനിക്ക് കേൾക്കണ്ട. നിങ്ങളുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്ന സമയം ഉണ്ടെങ്കിലേ എനിക്ക് എന്നെ കോടതി പോയി വേറെ എന്തൊക്കെ ചെയ്യാന്നറിയോ? അല്ലെങ്കിൽ ഞാൻ ആരാ ഈ വീട്ടിലെ? ഒന്നും ചെയ്യാനില്ലല്ലോ എനിക്കിവിടെ, അല്ലേ? എന്താ ഒന്നും മിണ്ടാനില്ലേ നിങ്ങൾക്ക്? ഞാനൊന്ന് എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ. നിക്കവിടെ. കൊച്ചിനെ നിങ്ങൾ അയച്ചില്ലേ? മിണ്ടാണ്ടി. പക്ഷെ പറയാനൊരു ഗ്യാപ്പ് നീ തരണ്ടേ? വേണ്ട, ഞാൻ ഗ്യാപ്പ് തരുന്നില്ല. അത് കൊച്ചിനെ പറ്റിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് ആണത്. എന്ത് ഗ്രാമർ മിസ്റ്റേക്ക്? മാറ് അങ്ങോട്ട് ചെയ്തു. ഈ വീട്ടിലൊരു സ്വസ്ഥത പോലും ഇല്ലല്ലോ എനിക്ക്. ദൈവമേ, അത് നീ ഒന്ന് മിണ്ടാതിരുന്ന എനിക്ക് സ്വസ്ഥത കിട്ടും, നിനക്കും സ്വസ്ഥത കിട്ടും. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താ 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 മോളെ, എന്താ പ്രശ്നം? എന്താ മക്കളെ? എന്ത് പറ്റി? മോളെ പോയി. ആര്? എന്റെ അക്കൗണ്ട് പോയി. എങ്ങോട്ട് പോയി? എന്താ തന്റെ അക്കൗണ്ട്? എന്താണ് ഈ പ്രശ്നം? കാര്യം പറ. അമ്മയ്ക്ക് അറിഞ്ഞൂടാ? എനിക്ക് മനസ്സിലായില്ല. ഇവളെന്തീ പറയുന്നത്? എന്താ? അച്ഛൻ അമ്മ ആരെടുത്ത കൊണ്ടിട്ട് എന്റെ അക്കൗണ്ട് പോട്ടെ. ഞാൻ എന്തിന്? അച്ഛൻ ഓർക്കുന്നില്ലേ? ഈ രാവിലോട്ട് ഈ അമ്മ എന്റെ പുറകെ നടന്ന് പറയാ, ഫോൺ എടുക്കല്ല, അതെടുക്കല്ല, ഇതെടുക്കല്ലെന്ന്. പറഞ്ഞ പോലെ അത് ശരിയല്ല. നീ രാവിലെ തൊട്ട് കൊച്ചിനെടുത്ത് പറയാനല്ലേ അതെടുക്കരുത്, വീഡിയോ എടുക്കരുത്, നിർത്തിക്കോ, പഠിക്കണമെന്നൊക്കെ. അല്ല, പറഞ്ഞ ശരി. എന്നും പറഞ്ഞ് ഞാൻ എന്തിനാ അവളുടെ അക്കൗണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ? എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ച് വേണം. നീ ആരെങ്കിലും വിളിച്ച് അക്കൗണ്ട് വിളിച്ച് പൂട്ടിച്ചാൽ തിരിച്ചു കൊടുത്ത കൊച്ചിനെടുത്ത് കരയാനല്ലേ ചെയ്തു? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലോ. ഞാനൊന്നും അല്ല ചെയ്തത്. ഞാനല്ല മോളെ ചെയ്തത്. ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് എന്ത് കഷ്ടമാ. ഇതിനെന്തായാലും ഒരു പരിഹാരം. ഇത് ആരാ പിന്നെ ചെയ്തത്? എനിക്കറിയത്തില്ല അച്ഛാ. ഞാൻ എന്തായാലും ഒരു പരിഹാരം കാണും കൊച്ചിന്റെ. ഹലോ, വെളിയിൽ നിന്നാ കേക്ക ഇവിടത്തെ ബഹളം. അയ്യോ, കൊച്ചെന്തിനാണ് കരയണ? വെളിയെന്നപ്പോ ഞാൻ കേട്ടു. പ്രശ്നം ഇവിടെ ഇയാളൊക്കെ പരിഹരിക്കുമോ? അപ്പൊ കാര്യം പറഞ്ഞാൽ ഞാൻ പരിഹരിക്കുമല്ലോ, കാര്യം പറയണല്ലോ. ആ കാര്യം പറ. എടാ, മോളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടില് അത് ഈ ക്ലാര ആരെയോ വിളിച്ച് ബ്ലോക്ക് ചെയ്തെന്ന് അതിന് കൊച്ചു കിടന്ന് കരച്ചോണ്ടിരിക്കണം. നീ എന്തൊരു ദുഷ്ടേടി ക്ലാരെ. നീ ഒരു അമ്മയാണോടി? ഒരു കുഞ്ഞ് കഷ്ടപ്പെട്ട വളർത്തിയെടുത്ത അവളെ അക്കൗണ്ടേ ഒരു നിമിഷം കൊണ്ടാണ് നീ തകർത്തത്. ഒരു ഒറ്റ നിമിഷം കൊണ്ട്. മിണ്ടരുത്, നീ മിണ്ടരുത്. മറ്റുള്ള അമ്മമാരിത് കേട്ടില്ല എങ്ങനെ സഹിക്കൂടി? ഒരു കുഞ്ഞിന്റെ അക്കൗണ്ടേ ഒരു നിമിഷം കൊണ്ട്
ബാഡ് ബാഡ് വെരി ബാഡ്. ഒരു അച്ചടി വെച്ചെന്നാണല്ലോ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോണ്ട് ഞാനിവിടെ ഇരുന്ന നിങ്ങളോടൊക്കെ നീ പോന്നാ ഞാൻ പോവാ. ഇല്ല ഞാനിപ്പൊ അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ഞാനിപ്പൊ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാരും കൂടെ എന്റെ തലയിൽ ഈ കുറ്റം ഇടും, നീ ഉൾപ്പെടെ. മനസ്സിലായോ? എനിക്ക് വേണ്ടി ബാധിക്കാൻ ഞാനല്ലേ ഉള്ളൂ. നോക്കാം. എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ചോണം അച്ഛാ. മക്കൾ പേടിക്കണ്ട, മാമ റെഡിയാക്കി തരും. ഈ രാമൻ മാമ റെഡിയാക്കി തരും. നിനക്ക് അതിനെ പറ്റി വല്ല പിടുത്തമുണ്ടോടാ? നിങ്ങൾക്ക് രാമാനുജനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മൊബൈലിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര അഗ്രഹണിയല്ലേ. ഇതൊക്കെ അല്ല, സാഹചര്യമാണ് മനുഷ്യനെ ഓരോന്ന് പഠിപ്പിക്കുന്നത്. അങ്ങനെ അത് പഠിക്കാൻ ഇത് പഠിക്കാൻ പ്രത്യേക സാഹചര്യമൊന്നുമില്ല, നമുക്ക് വന്ന് ചേരുവളിയാ ഇതൊക്കെ. എടാ ഇത് അഴയെ കിടക്കണ തുണി പോയി എടുത്തോണ്ട് വന്നതല്ല, ബ്ലോക്കായി കിടക്കണ അക്കൗണ്ട് തിരിച്ചു കൊണ്ടുവന്നത്. ഒരു കൊച്ചിന്റെ ഒരു ആവശ്യം നടക്കുമ്പോ അയലെ തുണി എന്ത് കോമഡിയാണ് അത്. നിങ്ങളുടെ കൂടുതൽ പറയുന്നത് മോള് പേടിക്കണ്ട, അങ്കിൾ ഈ രാമ അങ്കിൾ റെഡിയാക്കി തരും, വിഷമിക്കരുത്. ചിരിച്ച ചിരി പൊട്ടിച്ചിരി ഇതോടെ തിരിച്ചാണ് മങ്ങ നിക്കല്ലേ മോളെ, ഇവരെ കണക്കണം. ഞാൻ ഇനിയും കൊച്ചു തുടരാൻ പറഞ്ഞു, കൊച്ചിന്റെ അക്കൗണ്ട് മാമൻ കേട്ടോ, നീ ചിരിച്ച് പൊട്ടിച്ചിരിച്ച് അത്രേ ഉള്ളു. എല്ലാം ഞാൻ റെഡിയാക്കി എല്ലാം. അത്രയാവും. ഓ ശരി ശരി, ഞാൻ വിളിക്കാം. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. അത്ര ഉറപ്പന്നെ? അത്രയാവോ? ശരി അളിയാ, ശരി 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 ശരി. അളിയാ പൈസ ഇത്തിരി കയറ്റി ചോദിക്കുന്നത് ഒരുപാടാവും. ഞാൻ അന്വേഷിച്ചപ്പോഴും പൈസ ആവുന്ന കേട്ടത്. എത്ര രൂപ പറഞ്ഞു? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ? എന്തിനടാ ഇങ്ങനെ തള്ളി വെക്കണത്? നീ എന്താ പറഞ്ഞത്? സ്വന്തം മോളുടെ കാര്യത്തിൽ അച്ഛനാ ഞാൻ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നുണ്ടോ? സ്വന്തം മോളുടെ കാര്യത്തില് പാവം മോളുടെ ബർത്ത്ഡേ അന്ന് കേക്കിന് വരെ കമ്മീഷൻ പറഞ്ഞവനാണ് നീ ഇതിന്റെ അപ്പുറം കാണിക്കോളിയാ. പോലെ പോയ ആ ഇടയിൽ എനിക്കൊന്നും മനസ്സില്ല, അതിന് വലിയ ഒരു കള്ളത്തരം എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഈ 2 ലക്ഷം രൂപ ഇത് ആരടാ ഇത് ചെയ്തതായിരുന്നു ഇപ്പം? പിന്നെ എനിക്കിതിൽ പ്രശ്നം വേറെ എന്താണെന്ന് അറിയോ? ഈ 2 ലക്ഷം രൂപ എന്ന് പറഞ്ഞതാണ്. കാരണം നിന്റെ കയ്യിൽ കൊടുക്കാൻ അതില്ല, നീ കൊടുക്കത്തില്ല എന്നും അറിയാം. അപ്പൊ ഇത് കേടാക്കിയതായിരുന്നു. അളിയ ഞാൻ ഇതിന് പൈസ കൊടുക്കണം? അക്കൗണ്ട് ബ്ലോക്ക് ആക്കിയ ആൾക്കാരല്ലേ പൈസ കൊടുക്കേണ്ടത്. അപ്പൊ ക്ലാരാ? ക്ലാരല്ല, ഇപ്പൊ ഈ കുഞ്ഞു പിള്ളേരുടെ അക്കൗണ്ട് ഒക്കെ സസ്പെൻഡ് ആയിട്ട് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇതങ്ങ് അടിച്ചു പോയതാ. പൊന്നും മോനെ, എന്നിട്ട് നീ അത് ക്ലാരയുടെ മണ്ടയിൽ വെക്കാൻ നോക്കണല്ലേ? ഓ എടാ, ക്ലാര ഇത് അറിയുന്നതിന് മുമ്പേ പൈസ നമുക്ക് അടിച്ചു മാറ്റിയിട്ട് അക്കൗണ്ട് റിക്കവർ ചെയ്ത് കൊടുക്കണം. അളിയ മീനുവിനെ നമ്മുടെ കൂടെ നിർത്തണം. കാരണം അച്ഛൻ എത്ര രൂപ വേണമെങ്കിലും മീനുവിന് കൊടുക്കും. അതെ അതെ, ആ സംഭവങ്ങളെല്ലാം ശരിയല്ല. നീ ഇപ്പൊ എത്രയാ കയറ്റി വെച്ചിരിക്കുന്നേ? അറിയാതെ ഒരു 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ? എടാ അത് നിനക്കും കൂടെ വേണ്ടിയിട്ടാണ്, ഷെയറാണ്. എനിക്കാ പകുതി? നീ ഒന്നുകൂടെ നോക്കിയേ. തരുമല്ലോ? എന്താണ് അളിയ അതല്ല, ഈ 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാ അവര് തരൂ. എന്റെ മോനെ ഈ അക്കൗണ്ട് റിക്കവർ ആക്കാൻ വേണ്ടിട്ടേ 5 ലക്ഷം രൂപ വരെ ചെലവാകുന്നാണ് ഞാൻ അന്വേഷിച്ച പറഞ്ഞത്. ആണോ? കിട്ടും അപ്പം? പിന്നെ എന്തിനളിയാ ഇങ്ങനെ ബൈക്കിൽ പോയി ചോദ്യം തരത്തില്ലേ? അങ്ങനെ ചടുപടി എന്ന് പറഞ്ഞ എടുത്തങ്ങോട്ട് കൊടുക്കരുത്. നമ്മൾ കുറച്ച് അവിടെ പോയി ആ ഓഫീസിൽ കയറി നിറങ്ങിയിട്ടാണ് കഷ്ടപ്പെട്ട് അവര് അറിയിക്കണം. എന്നാലാണ് അങ്ങോട്ട് ശരിയാവുള്ളൂ. കിട്ടുമല്ലേ? കിട്ടും, ഉറപ്പല്ലേ? അങ്ങനെ എനിക്ക് നിന്റെ കൂടെ എന്ത് കാര്യത്തിൽ ഞാൻ ഓക്കെ അല്ലേ? ഓക്കെ, ഡബിൾ ഓക്കെ. അപ്പൊ 50-50. നിനക്ക് പകുതി എനിക്ക് പകുതി തന്നാ മതി. നീ തരൂടാ. മനോജേ, അതൊന്നും എനിക്ക് അറിയണ്ട. എടാ ഇതെന്റെ കൊച്ചിന്റെ അക്കൗണ്ടാണ്. എന്റെ കൊച്ചിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അക്കൗണ്ട്. അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? നീ സ്റ്റീഫന്റെ അടുത്ത് കാര്യം പറ, ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി. സ്റ്റീഫൻ എന്നെ അറിയാം. എടാ അതൊന്നും ഒരു വിഷയമല്ല, പൈസ ഒരു വിഷയമല്ല. പൈസ അവര് പറയുന്ന പൈസ നമുക്ക് കൊടുക്കാം. എനിക്ക് എന്റെ കൊച്ചിന്റെ അക്കൗണ്ട് റിക്കവർ ചെയ്ത് കിട്ടണം, അതാണ് പ്രധാനം. നീ എല്ലാരോടും പറയുന്ന പൈസ ഒന്നും എന്റെ അടുത്ത് പറയല്ലേ. ഞാനും സ്റ്റീഫനും തമ്മിലുള്ള ഇരിപ്പോഷൻ വെച്ചിട്ട് ഇത് മാക്സിമം റേറ്റ് കുറച്ച് ചെയ്തു തരണം. നീ ഒരു കാര്യം ചെയ്യ്, നീ സ്റ്റീഫനെ വിളിച്ച് ഇപ്പൊ തന്നെ പറ കേട്ടോ. അച്ഛാ അച്ഛ ഇങ്ങോട്ട് നോക്കച്ചാ, പറഞ്ഞാ മതി. അതായത് വീട്ടിലൊരു കാര്യം നടക്കുമ്പോ അച്ഛൻ ആദ്യം എന്റെ അടുത്ത് വേണ്ടേ പറയാൻ. ഇവിടെ കാര്യപ്രാപ്തി ഉള്ളൊരുത്തൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? നീ എന്താ ചെയ്തത്? ഞാൻ എന്ത് ചെയ്തു? അല്ല, ഞാനൊന്നും ചെയ്യാത്തൊരുത്തനാണ്, എനിക്ക് ഉത്തരവാദിത്വം ഇല്ല, അങ്ങനെയൊക്കെയാണല്ലോ നിങ്ങളുടെയൊക്കെ ധാരണ. അതിനെന്ത് നീ ചെയ്തടാ? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു. ഈ സംഭവം അറിഞ്ഞപ്പോ തന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്തു. അതിനൊരു കാര്യം അറിയോ,
മീനൂട്ടിയുടെ അക്കൗണ്ട് ഇപ്പൊ തന്നെ റെഡിയാവും. ആ അതോടാ മോനെ, പിന്നല്ലാതെ ഇത് ആരാ ഡീൽ ചെയ്തത്? ഗോവർദ്ധൻ. അത് കൊള്ളാമല്ലോടാ മക്കളെ. ആ നിന്റെ കൂട്ടുകാരെല്ലാം നിന്നെ പോലെ ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത്. എന്തായാലും അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായല്ലോടാ മക്കളെ. അതെ അച്ഛാ. പിന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു തവണ അച്ഛനെ കൊണ്ട് എന്നെ അച്ഛാന്ന് വിളിപ്പിക്കണമെന്ന്. അല്ല, അച്ഛനെ കൊണ്ട് സ്നേഹത്തോടെ എന്നെ ഒന്ന് മോനേന്ന് വിളിപ്പിക്കണമെന്ന്. ഞാൻ എന്തിനെങ്ങനെയൊക്കെ കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് അച്ഛനിപ്പോ ബോധ്യമായല്ലോ. എനിക്കത് മതി. മക്കളും എല്ലാം കഴിച്ചായിരുന്നോടാ? ഇല്ല അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. അച്ഛൻ കഴിച്ചോ? ഞാൻ വയറ് നിറഞ്ഞിരിക്കല്ലേ എനിക്ക്. ആ മീനൂട്ടിക്ക് ഇത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമായിരിക്കും. അതെ അച്ഛാ, ഞാൻ എന്തായാലും അവളോട് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം. പറഞ്ഞു മതി. ആ അച്ഛാ, പിന്നെ വേറൊരു കാര്യമുണ്ട്. എന്താടാ? അതായത് നമ്മൾ ഈ അക്കൗണ്ട് റിക്കവർ ചെയ്യുമ്പോഴേ, അച്ഛനറിയാലോ ഇന്നത്തെ കാലത്ത് ഈ അക്കൗണ്ട് റിക്കവർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടിയാ. അപ്പൊ നമ്മളത് ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും അതിൻ്റെതായിട്ടുള്ള കുറച്ച് ചെലവുകൾ ഉണ്ടാവുമല്ലോ. അതുണ്ടാവും. പിന്നെ ഇത് ചെയ്യണത് എന്റെ കൂട്ടുകാരായോണ്ട് അവന്മാർക്ക് അതിന്റെ കമ്മീഷനും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ സൈറ്റിൽ കയറി ഈ അക്കൗണ്ട് റിക്കവർ ചെയ്യുന്ന സമയത്ത് ആ സൈറ്റിൽ കുറച്ച് പൈസ അടക്കണം. എന്നാലും മാത്രമേ ഈ അക്കൗണ്ട് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ അച്ഛൻ? മനസ്സിലാവും. എന്നാലും എന്താ ആവൂടാ മക്കളെ? അതിപ്പോ എന്താവും പറഞ്ഞാ ഒരു 60 അവിടെ 50 10 സൈലൻസർ 10 നമുക്കെല്ലാം കൂടി ഒരു 1.5 ലക്ഷം രൂപക്ക് ഞാനിത് ചുരുക്കി പിടിച്ച് ചെയ്തു തരാം. അറിയാമല്ലോ. അത്രേ ഉള്ളൂ. കാരണം ഇത് ചെയ്യുന്നത് എന്റെ കൂട്ടുകാരല്ലേ, അപ്പൊ അവന്മാർക്ക് വേറെ ചാർജ് ഒന്നുമില്ലല്ലോ. സാധാരണ രീതിയിൽ ഇതുപോലൊരു അക്കൗണ്ട് പോയി കഴിഞ്ഞാൽ 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവ് വരും. അയ്യോ, അപ്പൊ അത്രയും വലിയ അക്കൗണ്ട് ആണോ നമ്മുടെ മീനുകുട്ടിക്കുള്ളത്? എന്റെ അച്ഛാ, അക്കൗണ്ട് വലുതോ ചെറുതോ എന്നുള്ളതല്ല. നമുക്കിപ്പോ എങ്ങനെയെങ്കിലും മീനുക്കുട്ടിയുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യണം, അതല്ലേ നമുക്ക് പ്രധാനം. നമ്മൾ അത് മാത്രം നോക്കിയാ പോരെ? അതെ, അവക്കായത് കൊണ്ട് മാത്രമാ ഞാൻ കാശ് ചെലവാക്കാമെന്ന് വിചാരിച്ചത്. എന്നാ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ അവന്മാരെ വിളിച്ചൊന്ന് പറഞ്ഞേക്കോ, എല്ലാ പരിപാടിയും തുടങ്ങിക്കോളാൻ. പിന്നത്തേക്ക് വെക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. അല്ലടാ മോനെ, അവര് തുടങ്ങിയെന്ന് നീ പറഞ്ഞല്ലോ. അല്ല, അവര് തുടങ്ങി, പക്ഷെ ഇത് ഈ പ്രോസസ്സ് തീരുന്നതിന് മുമ്പ് നമ്മൾ ഈ പൈസ അടച്ചാലാണ് അക്കൗണ്ട് റിക്കവർ ആയി കിട്ടുള്ളൂ. അപ്പൊ പൈസ റെഡിയാണെന്ന് വിളിച്ച് പറയണ്ടേ, ഞാനതാ ഉദ്ദേശിച്ചത്. അത് ശരി. എന്നാ മക്കള് പോയി വിളിക്ക്. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. പിന്നെ വയറ് നിറഞ്ഞു എന്ന് വെച്ച് അച്ഛനൊന്നും കഴിക്കാതിരിക്കല്ലേ, എന്തെങ്കിലും എടുത്ത് കഴിക്കും. ഞാൻ ഇത് വിളിച്ച് പറഞ്ഞിട്ട് വരാം ഏട്ടാ. അയ്യോ, ഒന്ന് എനിക്ക് ഒന്ന് നിനക്ക്. എടാ, ഒന്ന് നിനക്കാണെങ്കിൽ ഒന്ന് എനിക്ക്. അത്ര ഇരിയടാ സേതു, രാവിലെ തൊട്ട് അലയല്ലേ? എന്തൊരു വെയിലല്ലേളിയാ, എന്തൊരു മഴയും. ഓ, നടന്നു ഊപ്പാട് 5ഉം വന്ന്. സമയത്ത് വല്ലതും കഴിച്ചാ നമ്മള്? എവിടെന്ന്? കുടുംബത്തിലൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ, നമ്മളല്ലാതെ ആര് ചെയ്യേ? അതെ. സ്നേഹബന്ധമുള്ളവര് മാത്രം ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടും. കേട്ടോ അച്ഛാ? എന്താടാ? പിന്നെ ഞാനും സേതുവിന് ഒരുപാട് കഷ്ടപ്പെട്ടു. സേതുവിന്റെ സ്വാധീനം കൂടെ എന്റെ സ്വാധീനവും വെച്ച് നമ്മൾ ഒരുപാട് പോരാടി അച്ഛാ. എന്തിന്? അച്ഛാ, എന്താടാ? നമ്മുടെ മീനുകുട്ടിയുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യണ്ടേ? വേണം. അതിന്റെ പരിപാടിയെല്ലാം നമ്മൾ സെറ്റപ്പായി. അല്ലെ, അതിന് അവിടെ അച്ഛനല്ലേ ഇരിക്കുന്നത്, അതിന് അവനല്ലേ ചെയ്യേണ്ടത്, വേറെ ആരെങ്കിലും ചെയ്യിക്കാൻ പറ്റും? അതെന്ത് വർത്താനം, അച്ഛനാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്. പ്രധാന പ്രശ്നം അതല്ല അച്ഛാ. അത് പിന്നെ പക്ഷേ കുറച്ച് കാശ് വേണം അല്ലയോ? എടാ സേതു, അച്ഛൻ ഇവിടെ ഇരുന്ന് എല്ലാം അറിയുന്നുണ്ട്. ചെയ്യുന്നവർക്ക് കാശ് വേണ്ട, അതെ, ചെയ്യുന്ന കാര്യത്തിന് കാശ് വേണം. അതെ. അപ്പൊ ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഇല്ലയോടാ? എല്ലാം അറിയാം. സത്യം പറയല്ലേ, ഉള്ളതേ പറയാവൂ. അച്ഛൻ ജോത്സ്യം പഠിച്ചിട്ടുണ്ടല്ലേ? എടാ, എന്റെ ഈ 2 മക്കളുടെ തലവട്ടം കണ്ടപ്പോഴേ ഞാൻ ജോത്സ്യം പഠിച്ചതാ. അങ്ങനെ പലതും പഠിക്കേണ്ടി വന്നു. യവന്മാരുടെ ജീവിക്കണ്ടല്ലയോ, പിന്നെ നിന്നെ സഹിക്കണ്ടായിരുന്നു. അല്ല പൈസ പൈസ ഇതിപ്പം നമ്മളിപ്പോ സാധാരണ എല്ലാരും ചെയ്യുന്ന കണക്കല്ല. കാരണം ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല അല്ലേടാ? അതെ. കുറച്ച് പൈസ ആവത്തുള്ളൂ. എന്നാലും ഒരു എത്ര രൂപ ആവൂടാ? നമ്മൾ ഒരുപാടൊന്നും കൊടുക്കണ്ട അല്ലടാ. 2000 2 പൂജ്യം ചേർത്ത് കൊടുത്താൽ മതി അച്ഛാ. 2 ലക്ഷം രൂപയോ? ഗോവർദ്ധൻ 1.5 ലക്ഷം രൂപ പറഞ്ഞത്. 50,000 രൂപ ലാഭം. എന്നാ പിന്നെ അവനങ്ങ് കൊടുത്തൂടായോ? ആര് പറഞ്ഞു? ഗോവർദ്ധൻ പറഞ്ഞെന്ന്. അച്ഛന് ഇതെന്തൊരു മണ്ടനാണ്. 1.5 ലക്ഷം രൂപ അച്ഛൻ ഈ 1.5 ലക്ഷം രൂപ പറഞ്ഞ പറ്റിപ്പാണ് അച്ഛാ. അച്ഛന് മനസ്സിലാവാത്തോണ്ടാണ്. അച്ഛാ, നമ്മളിപ്പോ ഒരു ചന്തയിൽ ചെല്ലുന്നു, 5 രൂപയുടെ ചക്ക ഇരിക്കുന്നു, തൊട്ടപ്പുറത്ത് 3 രൂപയുടെ ചക്ക ഇരിക്കുന്നു. ഇതിന് നല്ല ചക്ക ഏതാ?
നല്ലത് 5 രൂപയുടെ ചക്ക. ആ, നേരെ. 5 രൂപയുടെ ചക്ക അല്ലേ മേടിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് ഇത് ശരിയാക്കുന്നതാണോ നല്ലത്, 2 ലക്ഷം രൂപയ്ക്ക് ശരിയാക്കുന്നതാണോ നല്ലത്? അത് 2 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്ന നല്ലത്. അപ്പൊ 2 ലക്ഷത്തിന്റെ ചെയ്ത പോലെ വെച്ചാ ഞാനേ ഉം. ഒന്ന് ആലോചിക്കട്ടെ. നല്ലപോലെ വല്ലതും കഴിച്ചായിരുന്നു? ഞാൻ എന്റെ സമയത്ത് ആഹാരം കഴിച്ചു. കഴിക്കണം. അച്ഛാ ആലോചിക്കും, പെട്ടെന്ന് ആലോചിക്കണം. നമ്മളും വല്ലതും കഴിച്ചിട്ട് ഈ ആലോചന ആയി കഴിഞ്ഞിട്ട് വേണം അല്ലടാ കൊണ്ട് കൊടുക്കണ്ടേ, അവര് പണി തുടങ്ങണ്ടേ അച്ഛാ. ശരി, ആലോചിക്കണേ. ആ. നല്ലതുപോലെ ആലോചിക്കാം. എടാ അവന് കുടിക്കാൻ എന്തെങ്കിലും വെള്ളം വല്ലതും എടുത്തു കൊടുക്കും. ക്ഷീണിച്ചിട്ടുണ്ടോ അവനെ? അച്ഛൻ പത്രം വായിക്കായിരുന്നല്ലേ, കോമ ഇട്ടല്ലേ, ഇനി വായിച്ചോളൂ. ശരി. ഈ നോളജ് വേണം കേട്ടാ. 1.5 15 60 28 മോനെ ഗോർദ നമ്മളീ വീട്ടിലേക്ക് നിങ്ങളിവിടെ ഉള്ളതായിരിക്കും. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്, നിൽക്കാനൊന്നും സമയമില്ല. എന്ത് സമയം കാണത്തില്ല. അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ തട്ടിക്കൊണ്ട് പോവേയില്ലേ, അതിനുള്ള പരിപാടിയല്ലേ. സമയം കാണത്തില്ല. ഇനി എന്തൊക്കെ ചെയ്യണം, അതുകൊണ്ട് സമയമില്ല. അതെ കാര്യമൊക്കെ ശരി തന്നെ. അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ അടിക്കാനുള്ള പരിപാടി തന്നെ, അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങളത് കാര്യമാക്കണ്ട കേട്ടാ. മോനെ നീ നോക്കിയിരിക്കത്തേ ഉള്ളൂ. നിനക്ക് കിട്ടാതിരിക്കാനുള്ള എല്ലാ കളറും ഇട്ടിട്ടാണ് നമ്മൾ ഇവിടെ പോകുന്നത്. അയ്യോ, നിങ്ങൾക്കല്ലെങ്കിൽ ഈ തടയിടാൻ മാത്രമല്ലേ അറിയാവുള്ളൂ. എടോ അതല്ലാണ്ട് ഈ പരിപാടി എങ്ങനെ ചെയ്യണത്, ഇത് എന്താണ് കാര്യം, ഇത് വല്ലതും അറിയാവോ നിങ്ങൾക്ക്? അതൊക്കെ നിനക്കറിയാം. എനിക്കത് അറിയുകയും ചെയ്യാം. ഞാനത് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛന് കാര്യവും മനസ്സിലായി. അല്ലേ ഏട്ടന്മാരെ, നിങ്ങളിത് എങ്ങനെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കും? കമ്പ്യൂട്ടർ പറഞ്ഞതിന് സ്കൂളിൽ പോയ ടീംസ് അല്ലേ നിങ്ങൾ? ഇതൊക്കെ നിസ്സാര കേസ്. ഒരു സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് എടുക്കുക, എന്നിട്ട് 4 സൈഡുള്ള സ്ക്രൂ ഇങ്ങോട്ട് വലിച്ചെടുക്കുക, പഴയ അക്കൗണ്ട് എടുത്ത് മാറ്റിയിട്ട് പുതിയ അക്കൗണ്ട് എടുത്ത് വെക്കുന്നു. സിമ്പിൾ. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടാണ് ചെയ്യണത്. നിങ്ങൾ എത്ര ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ ഞങ്ങളെ വീട്ടിൽ ഇന്നാളെ ഒരു ദിവസം ഇതുപോലെ അക്കൗണ്ട് ഞാൻ ഞങ്ങളെ എടുത്തു കൊടുത്തു. പിന്നെ അയ്യോ, എന്നാ പിന്നെ ഇതൊരു തൊഴിലാക്കിക്കൂടെ? ഈ മാരേജ് പരിപാടിയൊക്കെ വിട്ടിട്ട് നല്ല ഭാവി ഉണ്ട് കേട്ടോ ഇതിനകത്ത് നിങ്ങൾക്ക്. അതൊന്നും നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മൾ നോക്കിക്കോളാം കേട്ടോ. എനിക്ക് പേടാ. ചുമ്മാ അച്ഛന്റെ കാശ് അടിക്കാനായിട്ട് ഒന്നും അറിയാത്ത ഓരോ പരിപാടിയും പിടിച്ചോണ്ട് വന്നേക്കാണ് രണ്ടും കൂടെ. എത്ര നടക്കത്തില്ല, നമ്മളത് പറഞ്ഞ് തെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇത് എങ്ങനെ നടത്തണം എന്നുള്ളത് എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്ത് അച്ഛനെ പറ്റിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെല്ലാം ഞാൻ കേട്ടായിരുന്നു. അത് നീ എപ്പോ കണ്ടു? ഞാൻ ഈ വീട്ടിൽ തന്നെയുള്ള ആളാണ് മക്കളെ. എന്റെ അച്ഛനെ അങ്ങനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ നീ ഒളിച്ചിരുന്നെല്ലാം കേട്ടായിരുന്നോ? കേട്ടായിരുന്നു. വെറുതെ വിട്ടാ പറ്റൂല. നമ്മുടെ കൂടെ അതെ, ഒന്നേന്ന് അഴിച്ചു പിരിച്ചിട്ട് നമുക്ക് ഒരുമിച്ചൊരു കെട്ടാറ്റൊക്കെ നിന്നാലേ. ഒരുമിച്ചൊരു കെട്ടാറ്റൊക്കെ നിന്നാലേ. ഈ കെട്ട് ഞാൻ ഒറ്റക്ക് കെട്ടിക്കോളാം. ഇത് കെട്ടേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയാം കേട്ടാ. നിങ്ങളുടെ സഹായം അതിന് വേണ്ട. അപ്പൊ നീ ഒറ്റയ്ക്ക് തിന്നത്തില്ല. എന്തോ നമ്മൾ കൊണ്ടു എന്തോ നമ്മൾ കാണാലോ. പിന്നെ ഒന്ന് കാണണമല്ലോ. മൂപ്പിക്കല്ലേ താൻ ചുമ്മാ? നീ മൂപ്പിക്കല്ലേ? താൻ ഇങ്ങോട്ട് മൂപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ നീ 5-6 അച്ഛന് പൈസ കൊണ്ട് പോകും. നീ നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്നെ ആരൊക്കെ കഷ്ടപ്പെടുത്തി കുറ്റപ്പെടുത്തി നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾ ആകെ കഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നല്ലടാ. അതങ്ങനെ ക്ലിയർ ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അവന് ചെറിയ എന്തോ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ട്. അവന് നിന്റെ കൂടെ ഞാൻ ഞാൻ മീനൂട്ടിയുടെ അക്കൗണ്ട് റിക്കവർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് മീനൂട്ടി അറിയണം, അവള് സന്തോഷിക്കണം. അപ്പൊ ഒന്നും അറിയോ, അവള് കേൾക്കുമ്പോ സന്തോഷിക്കും. മാത്രമല്ല ഇനി മുതൽ അവളെ ഇവനെ വിളിക്കാൻ പോണ എന്തെന്നറിയുമ്പോ മീനുട്ടി റിക്കവറി അച്ഛൻ അല്ലേടാ, റിക്കവറി അച്ഛൻ. ഇവർക്ക് രണ്ടുപേർക്ക് ഇതിനെപ്പറ്റി ഒരു ചുക്കും ചുണ്ണാൻ പറയാൻ പാടില്ല. ഇതൊക്കെ റിലിയാക്കാനുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനല്ലാതെ പിന്നെ ആരെവിടെ ചെയ്യാനായിട്ടുള്ളത്? ഇത് എങ്ങനെ ശരിയാക്കണം എന്ന് ചോദിച്ചപ്പോ സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് 4 ഭാഗവും സ്ക്രൂ തുറന്നിട്ട് അതിനകത്തുനിന്നുള്ള ലോക്ക് എടുത്ത് പുറത്തു വെക്കുക, വേറെ ലോക്ക് എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. ഇവരാണത് റെഡിയാക്കാൻ പോണത്. ഐസക് ന്യൂട്ടൺ അപ്പൊ ഇവിടെയും റെഡിയാവും അവിടെ റെഡിയാവും പറയുമ്പോ 2 അക്കൗണ്ട് ഒരു കുടുംബത്തിൽ 2 അക്കൗണ്ട്, മീനുവിന് 2 അക്കൗണ്ട്. ചുമ്മാ ഇവർ വെറുതെ അച്ഛന്റെ കാശ് അടിക്കാനായിട്ട് ചുമ്മാ ഓരോ ഉടായ്പ കൊണ്ടുവരാനായിട്ട് ഞാനിതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യം അക്കൗണ്ട് റിക്കവറി ആവട്ടെ. അല്ല, റിക്കവർ ആവുന്നതിന് മുമ്പ് ക്യാഷ് മൊത്തം പേയ്മെന്റ് ചെയ്യണം, എന്നാലാണ് അക്കൗണ്ട് റിക്കവർ ആയി കിട്ടുക. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ്. ഏടത് ഇത് ചുമ്മാ പറയാ, പൈസ ഒന്നും ഫുൾ അഡ്വാൻസ് കൊടുക്കണ്ട. ഇത് ചെയ്യണ എന്റെ ഫ്രണ്ട്സ് ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻസ് കൊടുത്താൽ മതി, അവർ ഇമ്മീഡിയറ്റ്ലി സാധനം സോൾവ് ചെയ്ത് കയ്യിൽ തരും. പിന്നല്ല വെറുതെ പറയണ, ഒരാഴ്ച വീണ്ടും ലോക്കായി പോകും. ഇത് ഞാനാ ഡീൽ ചെയ്യണ ഗോവർദ്ധൻ കേട്ടാ. ആര് ഡീൽ ചെയ്താലും ഫണ്ട് അച്ഛന്റെ ആണല്ലോ. അച്ഛൻ തരാതെ നല്ലൊരു കാര്യല്ലേ. എന്നാ ഈ അവസരത്തിൽ ഞാൻ സന്തോഷ വാർത്ത പറയട്ടെ. എന്റെ പൊന്നെ, ഇന്ന് മൊത്തം ഹാപ്പി ന്യൂസ് ആണല്ലോ. ചേട്ടത്തി കാര്യം പറയുന്നത് പറയട്ടെ. മീനു
മീനു മീനു മീനു. ഹലോ ഗായ്സ്, ഇതാണ് എന്റെ അച്ഛൻ, പിന്നെ രാമമാമൻ, പിന്നെ എന്റെ കൊച്ചച്ഛൻ. ഇവര് 3 പേരും കൂടെ എന്റെ അക്കൗണ്ട് റിക്കവർ ചെയ്യാന്ന് പറഞ്ഞ അപ്പൂപ്പനെ പഠിച്ച് കാശ് അടിക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാരും നമ്മൾ കൈയോടെ പൊക്കിയേ. നിങ്ങൾ നമ്മളെ 3 പേരെ കണ്ടല്ലോ. ഏയ്, നീയൊക്കെ ലക്ഷങ്ങൾ ചെലവാക്കണം പറഞ്ഞ സ്ഥാനത്ത് എന്റെ ക്ലാരമോള് വെറും 10,000 രൂപ കൊടുത്ത് ശരിയാക്കി. 10,000 രൂപ അതെങ്ങനെ? ആ അത് എന്നെ ഹെൽപ്പ് ചെയ്യാനും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അതും ഇതൊക്കെ അറിയാവുന്ന നല്ല കൂട്ടുകാർ കേട്ടോ. മക്കളെ എല്ലാം എടുത്തോ? എല്ലാം എടുത്ത പോവാ, ഒന്നും വിട്ടിട്ടില്ല. എന്നാലേ രണ്ട് ഇതും കൂടെ അങ്ങോട്ട് എടുത്തോ. തിരിച്ചാ കേട്ടോ. നല്ല അച്ഛാ കൊടുത്തത്, അടിപൊളിയായി. മക്കളെ എങ്ങനെയുണ്ട്? അടിപൊളിയായി പോവാ, സൂപ്പർ. ഓക്കെ.